ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇത് 14ാമത്തെ ക്ലാസ്സാണ്. ഇന്നലെ ഒരു കണക്കിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് ഈ സമയത്ത് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജാതകത്തിൽ രവി എവിടെയായിരിക്കും, ലഗ്നം എവിടെയായിരിക്കും എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മണിയാകുമ്പോൾ ഏകദേശം ഇന്ന് 20-ാം തീയതി ആകുമ്പോഴത്തേക്കും മേടമാസം 6-ാം തീയതിയാണ്. അപ്പോൾ മേടമാസം 6-ാം തീയതി ആകുമ്പോൾ മേടരാശിയിൽ സൂര്യൻ, മേടം ലഗ്നത്തിൽ സൂര്യൻ ഇരിക്കുന്നത് മിച്ചമുള്ള സമയം 1 മണിക്കൂർ 36 മിനിറ്റുമാണ്. അതിനുശേഷം ഇടവലഗ്നം, 2 മണിക്കൂർ ഇടവലഗ്നം, അതിനുശേഷം 2 മണിക്കൂർ മിഥുനലഗ്നം, അതിനുശേഷം അപ്പോൾ ഇപ്പോഴാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് 36 മിനിറ്റ് വരെ സൂര്യൻ ഉദിച്ചിരിക്കുന്നത് 6 മണിക്കാണ്. അപ്പോൾ 7 മണി തൊട്ട് 36 മിനിറ്റ് വരെ മേടലഗ്നം, 9 മണി തൊട്ട് 36 മിനിറ്റ് വരെ ഇടവലഗ്നം, 11 മണി തൊട്ട് 36 മിനിറ്റ് വരെ മിഥുനലഗ്നം. അപ്പം മിച്ചമോ ഇപ്പോൾ കർക്കടക ലഗ്നമാണ്. അപ്പോൾ ഏപ്രിൽ മാസം 20-ാം തീയതി ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജാതകം നമ്മൾ എഴുതുകയാണെങ്കിൽ ആ ജാതകത്തിൽ ര എന്നുള്ളത് മേടമാസം ഇടുകയും ല എന്നുള്ളത് ലഗ്നം എന്നുള്ളത് നമുക്ക് കർക്കടക മാസത്തിലാണ് ഇടേണ്ടത്. ഇങ്ങനെയാണ് ഈ കണക്ക്. ശരി, അടുത്ത ഒരു കണക്ക് കൂടെ ചോദിക്കാം. മേടമാസം തന്നെ എടുക്കാം. മേടമാസം 25-ാം തീയതി ഒരു കുട്ടി ജനിച്ചു. മേടമാസം 25-ാം തീയതി ഒരു കുട്ടി രാവിലെ 10 മണിക്ക് ജനിച്ചു. മേടമാസം, അതായത് ഏപ്രിൽ മാസം 11-ാം തീയതി, ഏപ്രിൽ മാസം 25-ാം തീയതി, 26-ാം തീയതി, ഏപ്രിൽ മാസം 11-ാം തീയതി. അപ്പോൾ ഏപ്രിൽ മാസം 25-ാം തീയതി ഒരു കുട്ടി ജനിച്ചു. ഏപ്രിൽ മാസം മേടമാസം 25 എന്നല്ല പറഞ്ഞു. അപ്പോൾ അത് മെയ് മാസമാവും. മെയ് മാസം ഒരു 10-ാം തീയതി, മെയ് മാസം ഒരു 10-ാം തീയതി ഒരു കുട്ടി ജനിച്ചു എന്ന് വെക്കുക. അപ്പോൾ ആ കുട്ടിയുടെ ര എവിടെയാണ്, ല എവിടെയാണെന്ന് നോക്കിയാൽ മേടമാസം 10-ാം തീയതി എന്ന് പറഞ്ഞാൽ മെയ് മാസം 10-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏകദേശം മേടമാസം 25-ാം തീയതിയുടെ അടുത്തായിട്ടുണ്ടാകും. മേടമാസം 25-ാം തീയതിയാണ് മെയ് മാസം 10 എന്ന് പറയുന്നത്. അപ്പോൾ മേടമാസം 25-ാം തീയതി ആകുമ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ നിൽക്കുന്നത് ആ മേടമാസത്തിൽ തന്നെയാണ്. അതായത് ഈ നമ്മൾ 12 ഘട്ടം വരയ്ക്കുമ്പോൾ മുകളിൽ നിന്നുള്ള 2-ാമത്തെ ഘട്ടമാണ് മേടത്തിൻ്റെത്. അവിടെ നമ്മൾ എന്ന് എഴുതുന്നു. അതാണ് മേടമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് മേടരാശിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടത്തിനെ, സൂര്യരാശി മേടത്തിലാണ്, അതുകൊണ്ട് നമ്മൾ മേടമാസത്തിൽ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതിയായി, മേടമാസം 25-ാം തീയതിയായി. അപ്പോൾ 25-ന് 1 മിനിറ്റ് 25 ഡിഗ്രി ആയി. അപ്പോൾ സൂര്യൻ വന്നിട്ട് മേടമാസത്തിൽ 25 ഡിഗ്രി ചലിച്ചു കഴിഞ്ഞു. അപ്പോൾ 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 1 ഡിഗ്രിക്ക് 4 മിനിറ്റാണ്. അപ്പോൾ 25-ാം തീയതി ആകുമ്പോഴത്തേക്കും ഏകദേശം 100 മിനിറ്റോളം മേടലഗ്നത്തിൽ സൂര്യൻ നീങ്ങിയിട്ടുണ്ടാവും. മേടലഗ്നത്തിൽ 100 മിനിറ്റോളം നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മിച്ചം മേടലഗ്നത്തിൽ എത്രയുള്ളത്? 20 മിനിറ്റ്. അപ്പോൾ ഇന്ന് സൂര്യൻ രാവിലെ 6 മണിക്ക് ഉദിക്കുകയാണെങ്കിൽ 6 മണി തൊട്ട് 6:20 വരെയാണ് മേടലഗ്നം. അത് കഴിഞ്ഞാൽ 6:20 തൊട്ട് 8:20 വരെ ഇടവലഗ്നം, 8:20 തൊട്ട് 10:20 വരെ മിഥുനലഗ്നം. അപ്പോൾ മേടമാസം 25-ാം തീയതി, അതായത് മെയ് മാസം 10-ാം തീയതി ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ര എന്നുള്ളത് ജാതകത്തിൽ എന്നുള്ളത് നിൽക്കുന്നത് മേടരാശിയിലും എന്നുള്ളത് നിൽക്കുന്നത് മിഥുനരാശിയിലുമാണെന്ന് നമുക്ക് എഴുതാം. നമ്മുടെ ഘട്ടത്തിൽ 3-ാമത്തെ ഘട്ടം, അതായത് മുകളിൽ നിന്ന് 4-ാമത്തെ ഘട്ടം, 2-ാമത്തേത് മേടം, പിന്നെ ഇടവം, മിഥുനം. ആ മിഥുനത്തിലാണ് രാശി വരുന്നത്. അപ്പോൾ നമുക്കപ്പോൾ പറയാം മേടമാസം 25-ാം തീയതി മിഥുനരാശിയാണ് ലഗ്നം, നമുക്ക് എഴുതാം. ശരി, അടുത്തത് ഒരു ചെറിയ കണക്കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിക്കാം. ജൂൺ മാസം 1-ാം തീയതി ഒരു കുട്ടി രാവിലെ 10 മണിക്ക് ജനിക്കുന്നു. ജൂൺ 1-ാം തീയതി രാവിലെ 10 മണിക്ക്. ജൂൺ എന്ന് പറഞ്ഞാൽ ഏത് മാസമാണ്? ഏപ്രിൽ മെയ് മേടമാസമാണ്. മെയ് ജൂൺ ഇടവ മാസമാണ്. അപ്പോൾ ജൂൺ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ മെയ് മാസം തൊട്ട് ജൂൺ മാസം 10 മെയ് 15 തൊട്ട് ജൂൺ 15 വരെ ഇത്
ഇടവ മാസമാണ്. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് ഇടവ രാശിയിലാണ്. അപ്പം മുകളിൽ നിന്നും മൂന്നാമത്തെ കണ്ടത്തിലാണ് സൂര്യൻ അല്ലെങ്കിൽ രവ എന്ന് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ലഗ്നം നോക്കിയാൽ സൂര്യൻ അന്ന് ഉദിച്ചത് ഇടവ ലഗ്നത്തിലാണ്. അപ്പോൾ ഇടവ ലഗ്നത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു രാവിലെ. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ എത്രാം തീയതി എന്നാണ് നമ്മൾ പറഞ്ഞത്? ജൂൺ മാസം മറ്റേ 10-ാം തീയതി, ജൂൺ മാസം ജൂൺ 10 എന്ന് പറഞ്ഞാൽ ഇടവ മാസം ഏകദേശം 25-ാം തീയതിയുടെ അടുത്തായി. ഇടവ മാസം 25-ാം തീയതിയിലാണ് നമ്മളിപ്പോൾ ഇടവ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക്. ഇടവ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് എന്ന് പറയുമ്പോൾ രവി നിൽക്കുന്നത് ഇടവത്തിലാണ്, മൂന്നാമത്തെ രാശി, മുകളിൽ നിന്ന് മൂന്നാമത്തേൽ. അത് കഴിഞ്ഞാൽ ലഗ്നം നോക്കുമ്പോഴത്തേക്കും അന്ന് ഇടവ മാസത്തിൽ 25-ാം തീയതിയാണ്. ഇടവ മാസം 25-ാം തീയതി, ജൂൺ 10. ഇടവ മാസം 25-ാം തീയതി ആകുമ്പോഴത്തേക്കും 25 × 4 100 ഡിഗ്രി. അപ്പോൾ 25 ഡിഗ്രി, അതായത് 100 മിനിറ്റ്, അതായത് 1 മണിക്കൂറും മിച്ചം ഉള്ളത് 20 മിനിറ്റാണ്. അപ്പോൾ അന്ന് ഇടവ ലഗ്നത്തിൽ 1 മണിക്കൂറും 40 മിനിറ്റ് കഴിഞ്ഞു. അത് മിച്ചമുള്ളത് 20 മിനിറ്റാണ്. അന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞത് ഇടവരാശിയിലാണ് ലഗ്നമുള്ളത്. അത് കഴിഞ്ഞാൽ 20 മിനിറ്റ് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ മിഥുന ലഗ്നമാണ് 2 മണിക്കൂർ, രാവിലെ 6:20 തൊട്ട് 8:20 വരെ. അത് കഴിഞ്ഞാൽ 8:20 തൊട്ട് 10:20 വരെ മിഥുന ലഗ്നമാണ്. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് ലഗ്നം എന്ന് നമ്മൾ എഴുതേണ്ടത് മിഥുന ലഗ്നത്തിലാണ്. സൂര്യൻ ഇടവ ലഗ്നത്തിൽ, ലഗ്നം മിഥുന ലഗ്നത്തിൽ.